അതെ, എല്ലാവരും എന്നാ പറയണോ? അത്യാവശ്യം തിരക്കുള്ള കുറച്ച് ദിവസങ്ങളായിരുന്നു കേട്ടോ ഈ കഴിഞ്ഞു പോയതെല്ലാം. ഇന്നിപ്പം നമ്മൾ എങ്ങോട്ടാണ് പോകുന്നതെന്നറിയാമോ? ഇളയാളുടെ ഫെയർവെൽ ഡേ ആണ് കേട്ടോ. ഇവിടെ സ്കൂൾ അടച്ചു കഴിഞ്ഞ് കഴിയുമ്പോൾ ഫെയർവെൽ പാർട്ടീസൊക്കെ വയ്ക്കാറുണ്ട്. ഇത്തവണ ചെറിയ ആൾക്ക് ഒരു നൈറ്റ് പാർട്ടി ആയിരുന്നു കേട്ടോ. നമ്മളും അവരുടെ ടീച്ചേഴ്സും പിള്ളേരും ഒക്കെ ആയിട്ട് ഒരു ഈവനിങ് ഒന്നിച്ച് സ്പെൻഡ് ചെയ്യുന്നൊരു സംഭവം. അപ്പോൾ ഇതിവിടുത്തെ ഒരു ഓപ്പൺ ഏരിയയിലാണ് കേട്ടോ അറേഞ്ച് ചെയ്തിരുന്നത്. അതാവുമ്പോൾ കുട്ടികൾക്ക് അവിടെ എല്ലാം കളിക്കാനുമുള്ള പ്ലേ ഏരിയാസൊക്കെ ഉണ്ട്. നമുക്ക് അവിടെ വിശാലമായിട്ട് ഓപ്പൺ ഏരിയയിലിരുന്ന് ഫുഡ് കഴിക്കുകയും ചെയ്യാം. ഇവിടെ ഒരുപാട് ഫെസ്റ്റ് നടക്കുന്ന സ്ഥലമാണ് കേട്ടോ. ഒരാഴ്ചത്തേക്കാണ് ഇവിടുത്തെ പ്രോഗ്രാം എല്ലാം. പാട്ടും ഡാൻസും ഒക്കെ ആയിട്ട് ഒരാഴ്ചത്തേക്ക്. ഫുഡ് ഐറ്റംസ് ആണെങ്കിൽ ഏത് രീതിയിൽ വേണമെങ്കിലും ഉണ്ട് കേട്ടോ. നമുക്കിഷ്ടമുള്ളത് നമുക്ക് സെലക്ട് ചെയ്ത് കഴിക്കാം. എന്തായാലും എനിക്കിതൊരു നല്ല ഐഡിയ ആണ് കേട്ടോ തോന്നിയത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ കുട്ടികൾ ഇത്രയും പേര് ഒന്നിച്ചൊരു റെസ്റ്റോറൻറ്റിലൊക്കെ പോയി ഫുഡ് കഴിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇച്ചിരി റിസ്ക്കാണ്. ഇവരിങ്ങനെ അടങ്ങിയിരിക്കത്തൊന്നുമില്ലല്ലോ. അപ്പോൾ ഇതുപോലുള്ള ഓപ്പൺ ഏരിയ ആവുമ്പം ഇവർക്ക് പ്ലേ ഏരിയ ഉണ്ട്. ഇവർ ഭക്ഷണം കഴിച്ചു തിരിച്ചവിടെ പോയി കളിച്ച് തിരിച്ച് വരുമ്പോഴത്തേക്കും ഒരു നേരമാവും. നമ്മൾ പേരൻസും ടീച്ചേഴ്സും ഒക്കെ ആയിട്ട് അവിടെ വർത്തമാനമൊക്കെ പറഞ്ഞ് ടൈം സ്പെൻഡ് ചെയ്തു. എന്തായാലും നല്ല സംഭവമായിരുന്നു കേട്ടോ. രാത്രി ഒരു 9-9:30 ആയിക്കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ തിരിച്ച് വീട്ടിൽ വന്നത്. എങ്ങനെയെങ്കിലും കിടക്കാമെന്ന് വിചാരിച്ചപ്പോഴാണ് മകൻ്റെ വക കഥാപാരായണം. എന്നാൽ പിന്നെ ശരി, പിന്നെ കാണാവേ. നിങ്ങളും കുറച്ച് കഥ കേൾക്ക്. Perché hai paura? Domandò Elmer. Stavo passeggiando di qui per tornare a casa. Piagnucolò l'animaletto blu, ma continuò a sentire mostri